ദില്ലി മദ്യനയ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ മന്ത്രി മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇരുവരെയും വിചാരണ ചെയ്യണമെന്ന ശുപാർശ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന നൽകി 1 മാസത്തിന് ശേഷമാണ് അംഗീകാരം ലഭിച്ചത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അരവിന്ദ് കെജ്രിവാളിനെ ഉയർത്തിക്കാണിച്ചാണ് AAPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ടു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് AAPയുടെ 2 പ്രമുഖ നേതാക്കളായ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും. മദ്യമാഫിയയുടെ സ്വാധീനവും കരിഞ്ചന്തയും അവസാനിപ്പിക്കാൻ പുതിയ മദ്യനയം ആവിഷ്കരിക്കുന്നു എന്ന വിശദീകരണത്തോടെയാണ് 2021 നവംബർ 17 മുതൽ ഡൽഹി മദ്യനയം പ്രാബല്യത്തിൽ വന്നത്. പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി ഡൽഹി നഗരത്തെ 32 സോണുകളായി തിരിച്ചു. ഓരോ സോണിലും പരമാവധി 27 മദ്യവിൽപ്പനശാലകളും അനുവദിച്ചു. പുതിയ നിയമമനുസരിച്ച് സ്വകാര്യ കമ്പനികൾക്കായി നൽകിയ 849 മദ്യവിൽപ്പനശാലകൾക്ക് ഓപ്പൺ ബിഡ്ഡിംഗ് നടത്താനായിരുന്നു തീരുമാനം. വ്യക്തിഗത ലൈസൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. സോണുകൾ തിരിച്ചായിരുന്നു ലേലം നടത്തിയത്. പുതിയ മദ്യനയത്തോടെ തലസ്ഥാന നഗരിയിലെ മദ്യവിൽപ്പനയിൽ സർക്കാരിനെ നിയന്ത്രണമില്ലാതായതായി ആക്ഷേപമുയർന്നു. തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി മദ്യനയ കേസിൽ CBI അന്വേഷണം ശുപാർശ ചെയ്തതോടെ 2022 ജൂലൈ 30-ന് ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ പുതിയ നയം പിൻവലിക്കുകയും പഴയ മദ്യനയം വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരികയുമായിരുന്നു. ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സക്സേനയുടെ നടപടി. 2022 ഫെബ്രുവരിയിൽ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന കൈക്കൂലി, കമ്മീഷൻ എന്നിവയിലൂടെ ലഭിച്ച പണത്തിന് പകരമായി മനീഷ് സിസോദിയ മദ്യവിൽപ്പന ലൈസൻസികൾക്ക് അനാവശ്യ ആനുകൂല്യങ്ങൾ നൽകിയെന്നായിരുന്നു ഈ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CBIയും EDയും നടത്തിയ അന്വേഷണത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കളെ പ്രതി ചേർക്കുകയായിരുന്നു. BRS നേതാവ് കവിതയെയും കേസിൽ പ്രതി ചേർത്തിരുന്നു. 2 പാർട്ടികളുടെയും നേതാക്കൾ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചിരുന്നു. മദ്യനയ അഴിമതി പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്നുമുള്ള എല്ലാ സീറ്റുകളും BJP തൂത്തുവാരിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ AAPയുടെ പ്രധാന നേതാക്കളായ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാൻ EDക്ക് അനുമതി നൽകിയിരിക്കുന്നത്.